ഹേ ഓൾ, ഇന്ന് നമ്മൾ റിയാക്റ്റിലെ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. റിയാക്റ്റിൽ സ്റ്റേറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും മെമ്മറി ആയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വേരിയബിൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ വേരിയബിൾസ് എന്തിനാണ് യൂസ് ചെയ്യാറ്? നമുക്കിപ്പോൾ ഒരു ഇൻഡെക്സ് ഒക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേരിയബിളിലോട്ട് സേവ് ചെയ്യും, എന്നിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യും. അങ്ങനെ രീതിയിൽ ഒരു മെമ്മറി ആയിട്ടാണല്ലോ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുക. എക്സാക്ട്ലി സെയിം സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു മെമ്മറി തന്നെയാണ്, ബട്ട് അതിൻ്റെ യൂസ് കേസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അത്രേ ഉള്ളൂ. സോ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗാലറി ഡോട്ട് JHX എന്നുള്ളൊരു ഫയലിൽ ഗാലറി എന്നുള്ളൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു ബട്ടൺ ഉണ്ട്. ബട്ടൺ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ബട്ടൺ ആണ്. ഞാനിതിൻ്റെ വെബ് ആദ്യം കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇതിലൊരു ബട്ടൺ ഉണ്ട് ആൻഡ് ഒരു ടൈറ്റിൽ ഉണ്ട്. ആൻഡ് ഇത് പേജസ് ആണ് ഇത് ഡിനോട്ട് ചെയ്യണം. ഇപ്പോൾ 12 പേജ് ഉണ്ട്, അതിൽ 1 പേജ് എന്നുള്ള ഒരു ഫസ്റ്റ് പേജ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ആൻഡ് ഒരു ഇമേജ് വരുന്നുണ്ട്, ഒരു ടെക്സ്റ്റും വരുന്നുണ്ട്. എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 1/12 ആണ്, ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ 2/12 ആവണം, അതിൻ്റെ കണ്ടൻറ്റൊക്കെ മാറണം. അങ്ങനെയാണ്, അതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതിന് വേണ്ട കോഡും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ ഡാറ്റ ഒക്കെ ഞാൻ എവിടുന്ന് ലോഡ് ചെയ്യുന്നത്, കൾച്ചർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജാസ് ഫയലിൽ കുറച്ച് JSON ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഡാറ്റ. സോ ഈ 0 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും റെൻഡർ ചെയ്യുക, 1 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും റെൻഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ 0 ആണ് ആൻഡ് ഞാനിത് ജസ്റ്റ് 1 ആക്കി കൊടുക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ മാറിയില്ല. സോ അതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതായത് ആ ഇൻഡെക്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോരോ പേജ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ബട്ടണ് ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്ലിക്ക് ഫംഗ്ഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഇൻഡെക്സ് +1 കൊടുക്കുന്നു. അതായത് ഇപ്പോൾ 0 ആണെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ 2 ആവും, 3 ആവും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്തു, ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ആക്ച്വലി എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് 1 ആവും. സോ ആ ഒരു ഫസ്റ്റ് പൊസിഷനിലുള്ള ഒരു JSON ആണ് റെൻഡർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ 3 എന്നുള്ള ആ ഒരു പൊസിഷനിലുള്ള ആ ഒരു ഒബ്ജക്റ്റിലെ കണ്ടന്റ് ആയിരിക്കണം റെൻഡർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതല്ല റെൻഡർ ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഇത് ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൺസോൾ ഇടാണ്, console.log ആൻഡ് ഇൻഡെക്സ് കൊടുക്കുകയാണ്, ഇൻസൈഡ് ഫംഗ്ഷൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഇതിൻ്റെ പുറത്തും ഒന്ന് കൊടുക്കുന്നുണ്ട്, ഈ ഫംഗ്ഷൻ്റെ പുറത്തും ഒരു കൺസോൾ കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇനി ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ഇൻസ്പെക്ട് ടാബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്നിട്ട് ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്യണം. അപ്പോൾ റീഫ്രഷ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ, അതായത് നമ്മൾ ആ കമ്പോണൻറ്റ് റെൻഡർ ചെയ്തപ്പോൾ ആ ഒരു ഔട്ട്സൈഡ് ഫംഗ്ഷനിലുള്ളത് റെൻഡറായി, അതായത് 0 എന്നുള്ളത് റെൻഡറായി. ആൻഡ് ഞാനിപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസൈഡ് ഫംഗ്ഷനിലുള്ളത് റെൻഡറായി. ആൻഡ് ഇൻസൈഡിൽ ആ ഒരു ഇൻഡെക്സ് 1 ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഡെക്സ് 2 ആയി, ഇൻഡെക്സ് 3 ആയി. നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു ഫംഗ്ഷൻ്റെ ഇൻസൈഡിൽ ഇൻഡെക്സ് മാറുന്നുണ്ട്, പക്ഷേ ഔട്ട്സൈഡിൽ നമുക്കത് ആ ഒരു console.log പോലും ട്രിഗർ ആവുന്നില്ല. അതിന് കാരണം എന്താണ്, നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ഏറ്റവും ഇനീഷ്യലി കമ്പോണൻറ്റ് റെൻഡർ ചെയ്യുമ്പോൾ മാത്രമേ ട്രിഗർ ആവുന്നുള്ളൂ. ആ ഒരു ടൈമിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡോം എലമെൻറ്റിലോട്ട് എടുത്ത് ഈ ഒരു ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ ഇൻഡെക്സ് നമ്മൾ 0, 1 ആകുമ്പോൾ ഒരിക്കലും റീറെൻഡർ ആവുന്നില്ല. കമ്പോണൻറ്റ് റീറെൻഡർ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ചസ് ഇവിടെ ഡോമിൽ റിഫ്ലക്റ്റ് ആവുള്ളൂ. സോ കമ്പോണൻറ്റ് ഒരിക്കലും റീറെൻഡർ ആവുന്നില്ല. സോ അതാണ് നമ്മൾ നോർമൽ ഒരു വേരിയബിൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇഷ്യൂ. ആൻഡ് ഇത് നമ്മൾ മറികടക്കാനാണ് നമ്മൾ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുക. സ്റ്റേറ്റ്സും ഈ സെയിം കാര്യം തന്നെയാണ് ചെയ്യുക. അതായത് ഈ ഇൻഡെക്സ് പോലെ തന്നെ നമ്മളൊരു വേരിയബിൾ സേവ് ചെയ്ത് വെക്കുക, അത്ര തന്നെ ഉള്ളൂ. ബട്ട് ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ തവണ സ്റ്റേറ്റ് മാറുമ്പോഴും കമ്പോണൻറ്റ് റീറെൻഡർ ആവും. സോ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആവുന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാന്നുള്ളത് നോക്കാം, സ്റ്റേറ്റിൻ്റെ സിൻടാക്സ്. സോ സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യൽ നമ്മളൊരു കോൺസ്റ്റ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തു. ആൻഡ് ഒരു അറേ ആണ്, ഈ അറേയിൽ എന്താ വരാമെന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് യൂസ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു ഹുക്കാണ്. സോ റിയാക്റ്റിൽ ഹുക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു യൂസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഹുക്സ് എന്ന് പറയാം. ഹുക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ റിയാക്റ്റിൽ ഏറ്റവും ടോപ്പിൽ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇമ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഹുക്സ് യൂസ് ചെയ്യല്. പക്ഷേ ഇമ്പോർട്ട് കമ്പോണൻറ്റിൻ്റെ പുറത്താണ്, ആൻഡ് ഹുക്സ് നമ്മൾ ഈ കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹുക്സ് നമുക്ക് ഒരിക്കലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലോ, ഫംഗ്ഷൻ മീൻസ് ഈ കമ്പോണൻറ്റ് ഫംഗ്ഷൻ അല്ല, ഇതിനുള്ളിൽ ഇപ്പോൾ ഒരു ഹാൻഡിൽ ക്ലിക്ക് ഉണ്ട്, ഈ ഹാൻഡിൽ
ക്ലിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരിക്കലും യൂസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏതൊരു ഹുക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ്റെ ഉള്ളിൽ ഒന്നും നമുക്ക് ഹുക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹുക്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. സോ ഞാനിവിടെ ഈ ഒരു യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ റിയാക്ട് എന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഈ യൂസ് സ്റ്റേറ്റ് ഹുക്ക് നമുക്ക് റിട്ടേൺ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു അറയാണ് റിട്ടേൺ ചെയ്യൽ. ഈ അറയിലെ ഫസ്റ്റ് എലമെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വേരിയബിളിന്റെ പേര് കൊടുക്കേണ്ടത്, ഇൻഡെക്സ് എന്നാണ് വേരിയബിളിന്റെ പേര് കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് എലമെന്റ് ആ ഒരു വേരിയബിൾ ആണ്. ആൻഡ് രണ്ടാമത്തെ എലമെന്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഈ വേരിയബിളിലോട്ട് ഡാറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ അതിന് നമ്മൾ സെറ്റ് ഇൻഡെക്സ് എന്ന് കൊടുക്കാം. ഈ നെയിം, ഈ സെറ്റ് ഇൻഡെക്സിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സെറ്റ് എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. കാരണം ഈ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ, അതുകൊണ്ട് സെറ്റ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, ഈ യൂസ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്, ഒരു ഇൻഡെക്സ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇനീഷ്യലി നമ്മൾ അതിൽ 0 എന്നുള്ളൊരു വാല്യൂ ഒരു ഇൻഡെക്സ് വേരിയബിളിന് കൊടുത്തല്ലോ. ഇതേപോലെ തന്നെ നമുക്ക് യൂസ് സ്റ്റേറ്റിലും ഏറ്റവും ഇനീഷ്യൽ ഒരു വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമുക്ക് ഇനീഷ്യലി എന്ത് വാല്യൂ ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ആൻഡ് ഇനിയിപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹാൻഡിൽ ക്ലിക്കിൻ്റെ ഉള്ളിലെ കോഡൊക്കെ ഞാൻ ജസ്റ്റ് ഒഴിവാക്കുകയാണ്. ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പോണൻറ്റ് റെൻഡർ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡെക്സ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, കണ്ടോ, കമ്പോണൻറ്റ് റെൻഡർ ചെയ്തപ്പോൾ നമ്മൾ ഇനീഷ്യലി ഏത് വാല്യൂ കൊടുത്ത്, അതായത് യൂസ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കൊടുത്തത് 0 ആണ്. ആ 0 ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അത് മാറ്റിയിട്ടൊരു 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഇവിടെ വരും. ഓക്കെ, കണ്ടോ, 10 ഇവിടെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് യൂസ് ചെയ്യൽ. ആൻഡ് ഇനി സ്റ്റേറ്റിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് പ്ലസ് 1 എന്ന് കൊടുത്തു. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓരോ ക്ലിക്കിലും ഇൻഡെക്സ് കൂട്ടി കൊണ്ടുവരണം. സോ നമുക്ക് അതേപോലെ തന്നെ എഴുതി നോക്കാം. ആക്ച്വലി ഈ ഒരു സംഭവം ഇവിടെ വർക്ക് ആവില്ല. നമുക്ക് സ്റ്റേറ്റ് ഒരിക്കലും ഡയറക്റ്റ് ഈ വേരിയബിൾ ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞല്ലോ ഈ സെറ്റ് ഇൻഡെക്സ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അത് യൂസ് ചെയ്യുക, ആ ഒരു വേരിയബിളിന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ സെറ്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും വാല്യൂ ചേഞ്ച് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സെറ്റ് ഇൻഡെക്സ് പ്ലസ് 1 എന്ന് കൊടുക്കുക. അതായത് ഇപ്പോഴത്തെ ഇൻഡെക്സ് എന്താണോ അത് പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ആ ഇൻഡെക്സ് ചേഞ്ച് ആയി. ആൻഡ് ഞാനിവിടെ ഇൻസൈഡ് ഫംഗ്ഷനിലുള്ളത് ഒഴിവാക്കുകയാണ്. ആൻഡ് ഔട്ട്സൈഡ് ഫംഗ്ഷനിലുള്ള മാത്രം മതി നമുക്ക്. സോ ഇവിടെ കൺസോൾ ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ, ആക്ച്വലി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 2 3 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു കണ്ടൻസും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്തു. ഫസ്റ്റ് നമുക്ക് 0 റെൻഡർ ചെയ്തു. ആൻഡ് 0യിലുള്ള കണ്ടന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ആ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റിലുള്ള കണ്ടന്റ് ആണ് ഇവിടെ കാണിക്കുന്നുള്ളത്. ആൻഡ് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഓരോ ക്ലിക്കിലും മാറുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അതായത് സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഓരോ ടൈം സ്റ്റേറ്റ് മാറുമ്പോഴും നമ്മുടെ കമ്പോണൻറ്റ് റീറെൻഡർ ആയിക്കൊണ്ടേ ഇരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പോണൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും. സോ അതാണ് നമ്മൾ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. സോ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഇപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി, സ്റ്റേറ്റിൻ്റെ സിൻടാക്സ് മനസ്സിലായി. ഫസ്റ്റ് ആ ഒരു വേരിയബിൾ വരും, പിന്നെ രണ്ടാമത് അതിൻ്റെ ഫംഗ്ഷൻ വരും. ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ വേരിയബിൾ ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ്സ് ഒരിക്കലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് സ്റ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പോണൻറ്റിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇനീഷ്യലി ഞാനിവിടെ ടൈറ്റിലുണ്ട്, ഈ ഇമേജ് അതുപോലെ തന്നെ ഈ ഒരു പി ടാഗ് അതായത് ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇനീഷ്യലി കൊടുക്കുന്നില്ല. ഞാൻ അവിടെ അതിന് പകരം ഒരു ഷോ മോർ ബട്ടൺ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഷോ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ഇമേജും പി ടാഗും വന്നാൽ മതി. ഈ ഒരു കേസ് എനിക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കണ്ടീഷണൽ റെൻഡറിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കണ്ടീഷണൽ റെൻഡറിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുക. സോ സ്റ്റേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ് ട്രൂ ആക്കി കൊടുക്കും. ട്രൂ ആണെങ്കിൽ മാത്രം ഇത് കാണിച്ചാൽ മതി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്. കോൺസ് നമ്മൾ ഫസ്റ്റ് എന്താ കൊടുക്കുക, ആ ഒരു വേരിയബിളിൻ്റെ നെയിം എന്താണ്, ഷോ മോർ എന്നാണ് വേരിയബിൾ. ആൻഡ് അത് രണ്ടാമത്തെ വാല്യൂ എന്താണ്, സെറ്റ് ഷോമോർ. അതായത് ഈ ഷോമോറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് അതിൽ ഈ ഒരു അറയിൽ രണ്ടാമത് വരുന്നത്. ആൻഡ് യൂസ് സ്റ്റേറ്റ് നമ്മൾ മുമ്പ് യൂസ് ചെയ്തത് അതേപോലെ തന്നെ. ആൻഡ് ഇതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്താണ്, ഇനീഷ്യലി നമുക്ക് എന്താണ് ആ ഒരു അടിയിലുള്ള ഇമേജും അതേപോലെ ഡിസ്ക്രിപ്ഷനും കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഫാൾസ് കൊടുക്കുകയാണ്. ആൻഡ് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പുതിയൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ജസ്റ്റ് കോപ്പി ആൻഡ് ഞാനത് പേസ്റ്റ് ചെയ്തു.
അതിൻ്റെ പേര് ഷോ മോർ എന്ന് കൊടുത്തു. ആൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ഉള്ളിൽ തന്നെയാണ് എഴുതുന്നത് സെറ്റ് ഷോ മോർ. നമ്മളിങ്ങനെ ഈ ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് ഇങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. സെറ്റ് ഷോ മോർ ഞാൻ എന്ത് ചെയ്യുന്നു, കറൻറ്റ് ഷോ മോറിൻ്റെ ഇൻവേർട്ട് എടുക്കുന്നു. അതായത് കറൻ്റ് ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഫാൾസ് ആവും, ഫാൾസ് ആണെങ്കിൽ ട്രൂ ആവും, ആ രീതിയിൽ ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇനി നമുക്ക് കണ്ടീഷണലി റെൻഡർ ചെയ്യണം. നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഷോ മോർ ട്രൂ ആണെങ്കിൽ മാത്രം താഴെയുള്ളത് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമുക്ക് JSX എലമെൻറ്റ് ഒരു എലമെൻറ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കേസിലായാലും നമുക്ക് ഒരു എലമെൻറ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ 2 എലമെൻറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സീരീസിൽ തന്നെ പഠിച്ചതാണ്. സോ ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യും. അതായത് ഷോ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഷോ മോർ ആണെങ്കിൽ മാത്രമേ ഇത് കാണിക്കൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കാണിക്കൂല. അതിന് നമുക്കിവിടെ വന്ന് നോക്കാം. ഞാൻ എന്ത് റീഫ്രഷ് ചെയ്തു, ജസ്റ്റ് ഷോ മോർ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ കാണിച്ചു, ഇവിടെ ഈ ഷോ മോർ ബട്ടൺ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ആൻഡ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് പോയി. ആൻഡ് എനിക്കൊരു കണ്ടീഷനും കൂടി കാണിക്കാം. അതായത് ഷോ മോർ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ഞാൻ ഷോ ലെസ് എന്നാണ് കാണിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഷോ മോർ. സോ ഞാനിപ്പോൾ ഇനി ക്ലിക്ക് ചെയ്താൽ ഷോ മോർ, ഇപ്പോൾ ഷോ ലെസ് എന്ന് കാണിക്കുന്നുണ്ട്. സോ എക്സാക്ട്ലി നമ്മളൊരു നോർമലി കാണുന്ന അതേപോലെ തന്നെ ആയി. സോ ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കമ്പോണൻറ്റിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ സ്റ്റേറ്റ്സിലൊന്നും നമ്മളൊരു ഐഡൻറ്റിഫയറോ അങ്ങനെ ഒന്നും പാസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ യൂസ് സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നില്ല ഇത് ഈ ഒരു ഇൻഡെക്സ് എന്നുള്ള സ്റ്റേറ്റിൻ്റെ യൂസ് സ്റ്റേറ്റ് ആണ്, സോ ഇൻഡെക്സിൽ മാത്രം സേവ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ആ മെമ്മറി മാനേജ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അറേ വെച്ചിട്ടാണ്. സോ ഈ യൂസ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. സോ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റം യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. എൻ്റെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും ഉള്ളിലെ സ്റ്റേറ്റ് ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ ഐസൊലേറ്റഡും പ്രൈവറ്റും ആയിരിക്കും. അതായത് ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് മാത്രമേ ആ ഒരു കമ്പോണൻറ്റിൽ എഫക്റ്റ് ആവുള്ളൂ. അതേ സ്റ്റേറ്റ് തന്നെ വേറെ കമ്പോണൻറ്റിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും അത് നെക്സ്റ്റ് കമ്പോണൻറ്റിൽ എഫക്റ്റ് ആവില്ല. അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മൾ app.jsxലാണ് ഈ ഗാലറി യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഗാലറി ഒന്നും കൂടി കോപ്പി പേസ്റ്റ് ചെയ്തു. എൻ്റെ ഇനി നമ്മുടെ റീഫ്രഷ് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. അതായത് ഇത് ഫസ്റ്റ് കമ്പോണൻറ്റും ഇത് സെക്കൻഡ് കമ്പോണൻറ്റും. ഓക്കെ, ആൻഡ് ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഈ ഒരു കമ്പോണൻറ്റിലെ സ്റ്റേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കമ്പോണൻറ്റിൽ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. അതായത് രണ്ടാമത്തെ കമ്പോണൻറ്റിൽ ഒന്നാമത്തെ കമ്പോണൻറ്റിലെ സ്റ്റേറ്റ് ചേഞ്ച് എഫക്റ്റ് ചെയ്തിട്ടില്ല. ഈവൻ ആ സ്റ്റേറ്റിൻ്റെ നെയിമൊക്കെ കറക്റ്റ് സെയിം ആണ്, സെയിം കമ്പോണൻ്റ് ആണ്, എന്നാൽ പോലും അത് എഫക്റ്റ് ആയിട്ടില്ല. സോ അതാണ് പറഞ്ഞത്, ഓരോ സ്റ്റേറ്റും ഓരോ കമ്പോണൻറ്റിൽ പ്രൈവറ്റും ഐസൊലേറ്റഡും ആയിരിക്കുമെന്ന്. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ള ചേഞ്ചസ് ഒന്നും ഇതിൽ എഫക്റ്റ് ആവുന്നില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കമ്പോണൻറ്റിലുള്ള ചേഞ്ചസ് ഒന്നും ഒന്നാമത്തെ കമ്പോണൻറ്റിലും എഫക്റ്റ് ആവുന്നില്ല. സോ സ്റ്റേറ്റ്സിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.